ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇത് കണ്ടങ്ങൾ മൊത്തം കൂണാണ്. കൂണ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? മുറ്റം നിറയെ കൂണുകൾ. ഇത് സാധാരണ കൂണല്ല കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ കൂണുകളുണ്ടല്ലോ, അതല്ല ഇത്. സാധാരണ കൂണുകൾ ഒരു രാത്രി കൊണ്ട് വിരിഞ്ഞ് വരുന്നതല്ലേ. ഇത് വിരിയാൻ 5-6 ദിവസം എടുക്കും. അതായത് വളരെ കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ളൊരു കൂണാണിത്. ഞാൻ വെറുതെ പറയല്ല. ചിലർക്കൊക്കെ ചിലപ്പോൾ ഈ കൂണിനെ കുറിച്ച് അറിയാൻ മതി. 6 ദിവസമായി ഈ കൂണ് വിരിയാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ മുന്നുള്ള വീഡിയോസ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് 1ാമത്തെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കണ്ടില്ലേ, മുളച്ചു വരുന്നുള്ളൂ. ആദ്യത്തെ ദിവസം ഇങ്ങനെയാണ് കാണുക. ഇത് കണ്ടില്ലേ, ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ചതാണ്. ഇത്ര ആയിട്ടുള്ളൂ. 3ാമത്തെ ദിവസം ഇത്ര ആയി വരുന്നുള്ളൂ. 5ാമത്തെ ദിവസം ഇതാ ഇത്രയും വലുതായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വാഴയിലൊക്കെ വെച്ച് കൊടുത്തു. പെട്ടെന്ന് ആരും ചവിട്ടി പോകാതിരിക്കാനും അല്ലെങ്കിൽ വല്ല പട്ടിയോ നായയൊക്കെ പെട്ടെന്ന് വന്ന് കേടുവരുത്താതിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്തു. 6ാമത്തെ ദിവസമായപ്പോൾ ആദ്യം വളർന്നു വന്നതൊക്കെ വിരിഞ്ഞു കേട്ടോ. ഇവിടെ അവിടെയൊക്കെ ഉണ്ട്. പ്രാവശ്യം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇത് സാധാരണ കർക്കിടക മാസം പകുതിയോടുകൂടിയാണ് ഇത് മുളച്ച് വിരിഞ്ഞ് വരൽ. ഔഷധ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഇതെന്ത് മരമാണെന്നറിയോ? ഇതാണ് കൂവളം. കൂവളത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പലർക്കും അറിയാം. ഈ കൂവളത്തിൻ്റെ താഴെയാണ് ഈ കൂണ് സാധാരണ എല്ലാ കൊല്ലവും കർക്കിടകത്തിലെ പകുതിയോടുകൂടി ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇതാ ഉണ്ടായി വരുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 2 ദിവസം, ഒരു ദിവസം ഇതാണ് ഞാൻ പറയാൻ കാരണം. ഇതൊക്കെ ഇന്നലെ ഉണ്ടായതാണ്. ഇത് 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരു 6 ദിവസവും കറക്റ്റായിട്ട് വിരിഞ്ഞു നിൽക്കാൻ. ഇതാ ഈ വലുതൊക്കെ 6 ദിവസമായി ഇന്നേക്ക്. ഇതാണ് കൂവള മരം. ഇതിൻ്റെ വേരുകൾ ഇതിലൊക്കെ പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്ന് ഒരു ഇതായി വിരിഞ്ഞതൊക്കെ ഇപ്പം നിങ്ങൾ പറിക്കാൻ പോവുകയാണ്. ബാക്കി കുറേ എണ്ണ പറിക്കാനുണ്ട്. ഈ കൂണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് കൂണാണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ 6 ദിവസം കൊണ്ട് വിരിയുന്ന കൂണുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. മറ്റേ കൂണുകൾ ഇവിടെ തൊടിയിലൊക്കെ ഉണ്ട്. കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് വിരിഞ്ഞുണ്ടാകുന്ന കൂണുകൾ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അപാര ടേസ്റ്റാണ് കേട്ടോ ഈ കൂണിന്. എന്തായാലും കൂണ് പറിക്കാൻ നോക്കുകയാണ്. അതൊന്നും കൂടി ഇളക്കിയെടുക്കണം, എന്നാലേ താഴേന്ന് പോരുള്ളൂ. അയ്യോ സൂപ്പർ. ഞാൻ പറിച്ചതെല്ലാം പൊട്ടിപ്പോയി. മെല്ലെ മെല്ലെ പറിക്കി, അപ്പോൾ പൊട്ടിയില്ല. അത് പൊട്ടിപ്പോയി കുറച്ച്. ഇങ്ങനെ വളരെ സാവധാനം കൂണ് പറിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ താഴോട്ടുള്ള സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറിച്ചതാട്ടോ. പകുതി വെച്ച് പൊട്ടിപ്പോയി. ഞാൻ തിരക്ക് പിടിച്ച് പറിച്ചിട്ട് അങ്ങനെ സാവകാശം ഇളക്കി പറിക്കണം. അതാ കുറച്ച് പൊട്ടിയില്ലേ. ഒക്കെ പൊട്ടുന്നുണ്ട് ചെറുതായിട്ട്. അയ്യോ സൂപ്പർ. പൊന്നട്ടെ. അയ്യോ ഇത്ര ഇത് കണ്ടോ, അത്രയും നീളത്ത് കിട്ടും. ഇത്രയും പേരുണ്ടാവും കേട്ടോ താഴോട്ട്. ഇതിങ്ങനെ കിട്ടണം. പക്ഷെ അത് പൊട്ടിപ്പോവുക കണ്ടോ. ഞാൻ പറിച്ച അവിടെ നിലത്തുനിന്ന് തന്നെ പൊട്ടിപ്പോയി. ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ നോക്ക്. അല്ല ഞാൻ പൊട്ടിച്ചത് അതിൻ്റെ ആ വേരിട്ടു.
ഉണ്ടോ അത്ര അധികം അടിയിലോട്ടുണ്ടല്ലേ. കണ്ടില്ലേ? അതിപ്പോൾ എന്തോ ഒരു ട്രിക്ക് കണ്ടെത്തിയാണല്ലോ അത്രയും നീളം കിട്ടിയായി. മറ്റതൊക്കെ പൊട്ടിപ്പോയി. ഇനി ഇത് നല്ലോണം വിടർന്നതൊക്കെ പറക്കി, ബാക്കി നമുക്ക് പിന്നെ പറിക്കാം. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു ഗ്രേവി രൂപത്തിലാണ് കേട്ടോ, തിക്കായിട്ടുള്ള ഒരു ഗ്രേവി രൂപത്തിലാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇതാകുമ്പോൾ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.